ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ചൂരിദാറിൻ്റെ നെക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മോഡലിൽ നമ്മൾ ഇതുപോലെ നെക്ക് കട്ട് ചെയ്ത് നമ്മുടെ തുണിയിൽ ഇതുപോലെ ഒട്ടിച്ച് എടുത്തതിന് ശേഷം നമ്മൾ അയൺ ചെയ്ത് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ സൈഡ് ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇത് നമ്മുടെ ലൈനിങ് പീസാണ്. ലൈനിങ് പീസിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോഡി പീസ് കണ്ടോ, ഇത് നമ്മുടെ ബോഡി പീസാണ്. ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് കണ്ടോ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്യുക. ഇത് നമ്മുടെ ഉൾവശമാണ്, നമ്മുടെ ചുരിദാറിൻ്റെ ഉൾവശമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കുക കേട്ടോ, ലൈനിങ് വെക്കുന്നു. അതിനുശേഷം നമുക്ക് മുകളിൽ നല്ല വശം കാണുന്ന രീതിയിൽ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. നമ്മുടെ ഷോൾഡർ ഭാഗത്ത് കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ടൊന്ന് നോക്കുക. കണ്ടോ ഇവിടെ കണ്ടോ നമ്മുടെ രണ്ട് സെൻറ്റർ ഭാഗവും കറക്റ്റ് വെച്ചത് ഒന്ന് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഒട്ടിച്ചെടുത്തിട്ടുള്ള നെക്ക് കണ്ടോ ഇതുപോലെ വെക്കുക. നമ്മുടെ സെൻറ്റർ ഭാഗം ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒക്കെ കറക്റ്റ് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് തെന്നി മാറി പോകുന്നതിനാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടോ. അപ്പോൾ നമുക്ക് തെന്നി മാറി പോകാതെ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് തുടങ്ങുക. ഇതുപോലെ ഇവിടെ നിന്ന് ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു. ക്യാൻവാസിൽ തട്ടാതെ നമ്മൾ ഈ ഒരു മോഡൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസിൽ ഈ ഒരു സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ ഇതുപോലെ ഒരു പോയിന്റ് വിട്ടുകൊണ്ട് കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ ഈ ഒരു പോയിൻ്റൊക്കെ ഇതുപോലെ വരുന്ന പോയിന്റുകളൊക്കെ കറക്റ്റ് ആ ഒരു പോയിന്റിൽ തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സൂചിയൊക്കെ ഇതുപോലെ കുത്തി വെച്ചാൽ നമുക്ക് ഈ തുണികൾ തെന്നിമാറി പോകാതെ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഒരു സൈഡ് ഭാഗത്ത് ഇവിടെ കണ്ടോ ഈ ഒരു പിന്നൊക്കെ നമ്മൾ എടുത്തു മാറ്റുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്ത് കണ്ടോ നമുക്ക് അല്പം ഒരു 1/4 ഇഞ്ച് തുന്നത്തുണി മാത്രം വെച്ചുകൊണ്ട് ബാക്കിയുള്ള പീസുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതൽ തുന്നത്തുണി ആവശ്യമില്ല, കട്ട് ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മുടെ കഴുത്ത് നല്ല രീതിയിൽ നമുക്ക് പ്രസ് ചെയ്ത് കിട്ടുവാൻ വേണ്ടി ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക. കണ്ടോ ഈ റൗണ്ട് വരുന്ന ഭാഗത്തൊക്കെ കട്ടിട്ട് കൊടുക്കും. നല്ലവണ്ണം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്താൽ ആ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗത്ത് കോണിൽ കണ്ടോ നല്ല കോണോടുകൂടി തന്നെ അവിടെ കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പീസിന് ഇതുപോലെ മറിച്ചിടുക. കണ്ടോ നമ്മുടെ ഈ ഒരു പോയിൻ്റൊക്കെ നമുക്കൊരു സൂചി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുത്തിയെടുക്കാവുന്നതാണ്. കണ്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ നമ്മുടെ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കൂടിയോ പ്രഷർ വുഡിൻ്റെ വീതിയിലോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ സൈഡിൽ കൂടി, അല്ലെങ്കിൽ പ്രഷർ വുഡിൻ്റെ വീതിയിൽ സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 2 സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് വരുന്ന രീതിയിൽ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കണ്ടോ ഇതുപോലെ കറക്റ്റ് ആ ഒരു പോയിന്റിലൊക്കെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും ഇതുപോലെ തന്നെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുന്നു. കണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ഒരു ഷോൾഡർ ഭാഗത്ത് വരുന്ന എക്സ്ട്രാ തുണി കണ്ടോ നമ്മുടെ ഈ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ നമ്മുടെ ഉൾവശത്തേക്ക് വരുന്ന നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ലൈനിങ് പീസിൽ ഇതുപോലെ വെച്ചുകൊണ്ട് കണ്ടോ തയ്ച്ചെടുക്കുക. സൈഡിൽ കൂടി ഇതുപോലെ ലൈനിങ് പീസിൽ മാത്രമാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. കണ്ടോ ലൈനിങ് പീസും ഈ കഴുത്ത് കട്ട് ചെയ്തിട്ടുള്ള എക്സ്ട്രാ പീസും കൂടി ഇതുപോലെ കൂട്ടി സ്റ്റിച്ച് ചെയ്യുകയാണ്. കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ
അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ വൃത്തിയോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും